സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേന് സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഓയിൽ ഇങ്ങനെ അറിയിക്കാൻ ഫോണിലെല്ലാം കൊടുത്ത് കണ്ടോ ഓയിൽ ഇങ്ങനെ പുറത്തോട്ട് റീകംപ്രഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ മിസ്സിങ് ഉണ്ട്, അത് കണക്കന്നെ ഇങ്ങനെ ഓയിലൊക്കെ അടിച്ച് വെള്ളിലോട്ട് ഇവിടെ എല്ലാം ഓയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്തപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലും കഴിഞ്ഞ് ഇവിടം വരെ ഓയിൽ അധികത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോഴെന്ന് വെച്ചാൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? പെട്രോളിൻ്റെ മണമാണ് ഫീൽ ചെയ്യുന്നത്. ഓയിലിനകത്ത് പെട്രോളിൻ്റെ മണം. ഈ ഫ്യൂൽ പമ്പ് പോയിട്ട് താണ്ട ഇത് വഴി ഈ ഡയഫ്രമൊക്കെ പോയി പെട്രോളും ഓയിലുമായിട്ട് മിക്സ് ആയതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഓയിലെന്ന് വെച്ചാൽ ഓയിലിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയി പെട്രോളിട്ട് മിക്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ പമ്പൊക്കെ മാറി വേറെ ഓയിലൊക്കെ വെച്ച് ഫ്ലഷ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. ഫ്യൂൽ പമ്പ് നമ്മൾ പുതിയ പമ്പ് മാറിയിട്ടുണ്ട്. അതിനങ്ങനെ 3 പ്ലഗ് നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നിറയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് എഞ്ചിൻ പറയണമെന്ന് കസ്റ്റമർ പറഞ്ഞു വന്ന വണ്ടിയാണിത്. അപ്പോൾ അതിനകത്ത് വന്ന വിഷയം എന്ന് വെച്ചാൽ ഈ പെട്രോൾ ഇറങ്ങിയിട്ട് ഈ ഓയിൽ നമ്മൾ നോക്കിയപ്പോഴത്തേന് കൂടുതലായിരുന്നു പെട്രോളിൻ്റെ മണം ഉണ്ടായിരുന്നു ഓയിലിനകത്ത്. ആ കംപ്ലൈൻറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്.